എന്ത് തരം പ്രചാരണമാണ് പി കെ ശ്രീമതിക്കെതിരെ ഈ റൈറ്റ് വിംഗ് പ്ലാറ്റ്ഫോമുകൾ നടത്തുന്നത്? പ്രത്യേകിച്ച് BJP അനുകൂല ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് പി കെ ശ്രീമതിക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസമായി ഇത്തരത്തിലൊരു അക്രമം നടത്തുന്നത്. അതാണ് അവർ സൂചിപ്പിച്ചത്. അതായത് ഒരു MLA-യുടെ ഭാര്യ എന്ന പേരിൽ നിയമസഭയിൽ നിന്ന് അത് ജീവിക്കാനുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു, പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള ആരോപണമായിരുന്നു. അതിൽ ജനം ടിവിയും ഉണ്ട് എന്നുള്ളതാണ് പി കെ ശ്രീമതി തന്നെ വ്യക്തമാക്കുന്നത്. BJP സൈബർ ഇടങ്ങളിൽ പരസ്യമായി ഇത്തരത്തിൽ പി കെ ശ്രീമതി എന്ന പേര് ഉപയോഗപ്പെടുത്തി, മുൻ ആരോഗ്യമന്ത്രി എന്നെല്ലാം ഉപയോഗപ്പെടുത്തിയായിരുന്നു ഇത്തരം പ്രചാരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ജീവിക്കാൻ ഈ പെൻഷൻ താൻ വാങ്ങുന്നത് അത് നിലവിൽ നിയമസഭയിൽ നിന്നുള്ള പെൻഷനുണ്ട്, ഒപ്പം തന്നെ ഭർത്താവിന്റെ അധ്യാപകൻ എന്നുള്ള പെൻഷനുണ്ട്, മറ്റ് പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം തനിക്ക് ലഭിക്കുന്നുണ്ട്. അതെല്ലാം ഉപയോഗിച്ചാണ് താൻ ജീവിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ പോലും മറ്റേതെങ്കിലും തരത്തിൽ ഒരു അനധികൃതമായി പണം സമ്പാദിക്കുന്ന നിലയുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള തന്നെ ഇത്രയും പ്രായമായ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കാനുള്ള നീക്കമാണ് BJP ഹാൻഡിലുകൾ നടത്തുന്നത് എന്ന് വളരെ വൈകാരികമായി പ്രതികരിച്ചുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അവർക്കുള്ള വിമർശനം, സങ്കടമൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ DGP-ക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും ഉൾപ്പെടെ പരാതി കൊടുക്കും എന്നുള്ളതാണ്. ഒരു വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിവരങ്ങൾ, വാർത്തകൾ, ഒപ്പം തന്നെ പ്രചാരണങ്ങൾ ഒക്കെ നടത്തുന്നത് എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകൻ തന്നെ ചൂണ്ടിക്കാട്ടിയത്. അത് വിവരാവകാശ രേഖയിൽ പി കെ ശ്രീമതി എന്ന ആൾ, അവർ ഒരു MLA-യുടെ, ഏത് MLA ആണ് എന്ന് പറയുന്നില്ല, ഏത് MLA ആണ് എന്ന് തനിക്ക് അറിയില്ല, ആ രേഖയുടെ അടിസ്ഥാനത്തിൽ താൻ ഒരു മുൻ MLA-യുടെ ഭാര്യയാണ് എന്ന് കാണിച്ച് അവർ പെൻഷൻ പറ്റുന്നു എന്ന് പറയുന്നു എന്നുള്ളതാണ് അവർക്ക് നേരെയുണ്ടായിരുന്ന അധിക്ഷേപം എന്ന് പറയുന്നത്. അതിലാണ് അതിവൈകാരികമായി പി കെ ശ്രീമതി പ്രതികരിച്ചത്. എന്തായാലും വിതുമ്പിക്കൊണ്ടാണ് അവർ ഓരോ വാക്കുകളും ഇക്കാര്യത്തിൽ അവർക്കുള്ള സങ്കടം വിവരിച്ചു കൊണ്ടിരുന്നത്. ഒപ്പം ആ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ആ ബൈറ്റ് നൽകി അവസാന ഭാഗത്തെത്തിയപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ സങ്കടം വരികയും അവർ പൊട്ടിക്കരയുകയാണ്. മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. ഏതെങ്കിലും ഒരു തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അത് സ്ത്രീയായാലും പുരുഷനായാലും അത്തരം അധിക്ഷേപങ്ങൾ ശരിയല്ല എന്നുള്ളതാണ് അവർ തുറന്നു പറഞ്ഞത്. എന്തായാലും വളരെ 2-3 ദിവസമായി ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഇക്കാര്യത്തിൽ തന്നോട് അഭിപ്രായം ചോദിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്ന് താൻ തന്നെ മാധ്യമങ്ങളെ കാണാം എന്നറിയിച്ച് ഇക്കാര്യം വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ DGP-ക്കും ഉൾപ്പെടെ പരാതി നൽകുമെന്നും അവർ പറഞ്ഞു. പിന്നീട് അവരെ മാധ്യമപ്രവർത്തകരെല്ലാം ചേർന്ന് ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. കുറച്ചുനേരം അവിടെ നിന്ന് വിതുമ്പുകയായിരുന്നു. എത്ര ലക്ഷം ആളുകളാണ് തന്നെപ്പറ്റി ഈ പ്രചരിപ്പിച്ച അപവാദ പ്രചരണങ്ങൾ കേട്ടിരുന്നത്. അവരുടെ ഓരോ ചാനലുകളുടെയും ലൈക്കുകൾ കണ്ടാൽ അറിയാം, കമന്റുകൾ കണ്ടാൽ അറിയാം, വളരെ മോശമായി കേരളം ഒന്നാകെ ഇത്തരത്തിൽ മലയാളത്തിലുള്ള തനിക്കെതിരായ അധിക്ഷേപം അത് കാണുകയായിരുന്നു. താൻ ഇത്രയും കാലം രാഷ്ട്രീയ